ഹലോ, അസ്സാം വലൈക്കും. ഇന്നൊരു കൊറിയൻ ഹണി ചില്ലി ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടി ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ചിക്കൻ എടുക്കാം. അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സും കുരുമുളകിൻ്റെ പൊടിയും ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു മുട്ടൻ്റെ വെള്ളയും കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ അതിന് വേണ്ടി ഞാൻ 2 ടീസ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടിയും 2 ടീസ്പൂൺ മൈദപ്പൊടിയും കൂടി മിക്സാക്കിയതാണ്. അതും കൂടി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് എല്ലാം കൂടി മിക്സാക്കി എടുക്കാം. പിന്നെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് ഫ്രൈ ആയി വരും. അതിനുശേഷം നമുക്കൊരു പാനിൽ ബട്ടർ ഇട്ട് അതിന് വേണ്ട ഒരു സോസ് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക, ഇതുപോലെ കട്ട് ചെയ്തിട്ട്. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് അതൊന്ന് കാരമലായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് സോയാ സോസും ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം. അതൊക്കെ മിക്സാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുമാണ്. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സ്പാനിഷ് എഗ് പൊറോട്ട റോളാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു വേണ്ടി ഒരു പൊട്ടാറ്റോ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. അത് നമുക്ക് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഒരു 5 മിനിറ്റോളം അതൊന്ന് വേവിച്ചെടുക്കുക. അതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ അതിന് വേണ്ടി 3 മുട്ടയാണ് എടുത്തത്. അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കുരുമുളകിൻ്റെ പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സാക്കി എടുക്കാം. അതിലേക്ക് നമുക്ക് ഈ പൊട്ടാറ്റോൻ്റെ മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പാനിൽ ബട്ടർ ചേർത്ത് നമുക്ക് ഈ എഗ് മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് തിരിച്ചിട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ചീസ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ഒറിഗാനോവും ചില്ലി ഫ്ലേക്സൊക്കെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ പൊറോട്ട അതിൻ്റെ മുകളിൽ ആയി വെച്ച് കൊടുക്കാം. പൊറോട്ട വെച്ചൊരു 2 മിനിറ്റ് അടച്ച് വെച്ച് കൊടുത്താൽ മതി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും അതുപോലെ നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.